കടിച്ചിട്ട് കിട്ടണില്ലല്ലോ. ഇതെന്താ കിട്ടാത്തത്? എങ്ങനെയുണ്ട് കുഞ്ഞാ? ചൂടുണ്ടാ? അയ്യോ ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വ്ളോഗിലേക്ക്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ബാർബിക്യൂ നേഷനിലാണ്. ഇത് ലുലു മോളിലാണ്, 3rd ഫ്ലോറിൽ. അപ്പം ഞങ്ങൾ ഇന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഉള്ളിൽ പോവാണ്. എന്തൊക്കെയാണ് വെറൈറ്റീസ് ഓഫ് ഫുഡ്, നോൺ വെജിലും വെജിലും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, കം ഓൺ. അങ്ങനെ ഞങ്ങൾ ബാർബിക്യൂ നേഷൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ഒരു ഓട്ടോ കാണുന്നുണ്ട്. ഇവിടെ ഗ്രില്ല് വരും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടേഴ്സൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാം. പാനിപ്പൂരി നല്ല എരിവാണല്ലോ. ഇതവിടെ പൈത പറാട്ട ഉണ്ട്, ഫ്രൈഡ് ഫിഷ്, സ്റ്റഫ്ഡ് കബാബ്, ചിക്കൻ കീമ പാവ്. എന്താ വേണ്ടത്? കൺഫ്യൂസായ. एक फ्राइड फिश भैया, ये क्या चिकन पूरी स्टफ्ड कबाब नॉन वेज है ना? वो एक दो, അത് വേണോ? वो एक दे दो. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി. ഓക്കെ, ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പാനിപ്പൂരി തന്നു. പാനിപ്പൂരി ഒരു വെൽക്കം ഡിഷായിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. പിന്നെ റംസാൻ സ്പെഷ്യൽ ഉണ്ടെന്ന്. ഓക്കെ, റംസാൻ സ്പെഷ്യൽ റംസാൻ്റെ കൗണ്ടറിൽ പോയിട്ട് 2-3 ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വെജ് നോൺ വെജും. നീ എന്താണ് ഓർഡർ ചെയ്തത്? റംസാൻ്റെ കബാബോ? ഫ്രൈഡ് ഫിഷും പിന്നെ ഒരു ചിക്കൻ കബാബ്. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തൊരു സോയ കീമ പാവ്, അങ്ങനെ എന്തെങ്കിലും ഞാൻ ഓർഡർ ചെയ്ത്. അപ്പോൾ വെയിറ്റ് ചെയ്യാണ് ഡിഷിന് വേണ്ടിയിട്ട്. എന്താ പറയുന്നത്? ഗ്രില്ലൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇവിടെയാണ് ഞങ്ങൾ സ്റ്റാർട്ടർ കഴിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടറൊക്കെ നമ്മൾ കഴിക്കും. ഇപ്പം എന്താ കൊണ്ടുവന്നെ? ഒരു ആലു കബാബ് അല്ലേ? പിന്നെ ഇവിടെ കണ്ട ഒരു കൊടി കണ്ട, ഈ നമ്മൾ സ്റ്റാർട്ടർ നമുക്ക് മതിയായി എന്ന് പറഞ്ഞാൽ ഈ കൊടി ഒന്ന് നമുക്ക് വളച്ച് വയ്ക്കുക. അപ്പോൾ സ്റ്റാർട്ടർ അവർ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ എത്ര വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടർ കഴിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കൊടി നേരത്തെ തന്നെ വയ്ക്കും. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ഇതുണ്ട്. നല്ല വെള്ളമൊക്കെ നല്ല സെറ്റപ്പാണ്. ഇത് എൻ്റെ പൊട്ടറ്റോ കബാബ്. അടിപൊളി. അതിൽ കുറേ സോസും മയോണൈസൊക്കെ മിക്സ് ചെയ്ത് നല്ല ഒരു അടിപൊളി ടേസ്റ്റ്. ക്രിസ്പി കോൺ പനീർ സൂപ്പറാണ്. നെക്സ്റ്റ് വന്നത് ക്രിസ്പി കോൺ. വെച്ചേക്കാം. മട്ടൻ കബാബ് എങ്ങനെയുണ്ട്? ഞാൻ മട്ടൻ പൊതുവെ കഴിക്കാറില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്. കുടിച്ചു നോക്കിയാൽ ഷർബത്തെ മുഹബത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ. എങ്ങനെയുണ്ട് ഷർബത്തെ മുഹബത്ത്? എന്താണ്? വാട്ടർ മെലൺ അല്ലേ? ഞങ്ങളുടെ വെജ് സ്റ്റാർട്ടർ വന്നു. പൈനാപ്പിൾ, मशरूम है ना? ഓക്കെ. ആ ഓക്കെ. എങ്ങനെയുണ്ട്? അടുത്ത് ഞാൻ പറഞ്ഞത് കീമ പാവാണ്. കീമ പാവ് പറഞ്ഞാൽ ഇത് സോയ കീമ പാവാണ്, വെജാണ്. ഇത് കഴിച്ചു നോക്കട്ടെ. സോയാബീൻ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്.
ആ ഫിഷ് ഗ്രില്ല റെഡി ചെയ്യാൻ നോക്കിയാൽ അങ്ങനെ തന്നെ. ആ ഇനി വേവാണ്ടോ? ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഞാൻ പനീർ ട്രൈ ചെയ്ത് നോക്കാം. പനീർ ഇങ്ങനെ എടുക്കാം. പനീർ ഗ്രില്ല് ചെയ്തതാണ്. മസാല നല്ല അടിപൊളിയാണ്. ദഹി കെ കബാബ് എന്ന് കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. തൈരിൻ്റെ കബാബ് അടിപൊളിയാണ്. ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ചിക്കനാണോ? ചിക്കൻ എങ്ങനെയുണ്ട്? സ്പൈസി ആണോ അതോ ചൂടുണ്ടോ? എങ്ങനെയാണ്? നോർമലാണോ? സോസുകളുണ്ട്. ഇതെന്ത് സോസാണിത്? ഒരു പുതിന സോസാണ്. മറ്റേത് സോസാ? അത് മുളകാണോ? മുളക്. പിന്നെ അതെന്താ? മയോണീസോ? ഓക്കെ. ചിക്കൻ ലെഗ് പീസ്. അപ്പോൾ ചിക്കൻ ലെഗ് പീസാണ്. കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? இப்படி இருக்குது ചിക്കൻ ലെഗ് പീസ്. ഇവിടെ എല്ലാ ഡിഷും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. പിന്നെ ഇവരുടെ സർവീസും നല്ല സർവീസ് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും എന്താ വേണ്ടതെന്നൊക്കെ. അപ്പോൾ നല്ലൊരു ലഞ്ചാണെന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കാത്തിരിപ്പിന് ശേഷം മോൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വന്നു. എങ്ങനെയുണ്ട് ഫ്രഞ്ച് ഫ്രൈസ്? ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണോ? പാറു, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കേണ്ട വലുതും കഴിച്ചൂടെ? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, കോൺ ഫ്രൈ ഉണ്ട്, അതൊക്കെ കഴിച്ചൂടെ? മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ആൾക്കൊരു ചിക്കൻ കാല് കൊടുത്തേ പാറു. ലിമോ, പ്രോൺസ് വേണ്ട മോള്? പ്രോൺസ് വേണ്ടേ? ചെമ്മീൻ ഒരു കഷ്ണം കൊടുത്തേ. ഒന്ന് കഴിച്ചു നോക്കിന് മോള്. കഴിച്ചു നോക്കിയാലല്ലേ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. എപ്പിടി ഇருக்கு? अच्छा है? नहीं अच्छा है? ചെമ്മീനൊക്കെ ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? കടിച്ചിട്ട് കിട്ടണില്ലല്ലോ. എന്താ അങ്ങോട്ട് കിട്ടാത്തത്? എങ്ങനെയുണ്ട് കുഞ്ഞാ? ചൂടുണ്ടാ? അയ്യോ സ്റ്റാർട്ടറൊക്കെ കഴിച്ചു. സ്റ്റാർട്ടറൊക്കെ അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് മെയിൻ കോഴ്സിലല്ലേ? അപ്പോൾ മെയിൻ കോഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് സൂപ്പ് കുടിച്ചാലോ? അപ്പോൾ നമുക്ക് സൂപ്പ് നോക്കാം. സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ സൂപ്പാണ്. നല്ല ചൂടുണ്ട്. എടുത്തോ. കലക്കി എടുത്തോ. ഞങ്ങൾ സൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അടിപൊളി സൂപ്പാണ്. ഇവിടെ എന്താണ് ഇത്? മട്ടൻ. ഇത് കടായി ചിക്കൻ. ഇത് ചെട്ടിനാട് ഫിഷ് കറി. പിന്നെ പെപ്പർ ചിക്കൻ. പിന്നെ ഇത് സലാഡ് സെക്ഷൻ. ഇത് വെജ് മിലോണി. ഇത് പനീർ ബട്ടർ മസാല. പിന്നെ ആലു ഗോബി. ഇതും വെജ് ഐറ്റമാണ്. നൂഡിൽസാണ്. ഇത് ദാൽ മഖനി.
പിന്നെ പ്ലെയിൻ റൈസും. ഞാൻ സൂപ്പ് എടുക്കട്ടെ. ഈ ക്രീം ഓഫ് ടൊമാറ്റോ നല്ല ചൂടുണ്ട്. നല്ല ചൂട് സൂപ്പാണ്. ചൂട് 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 ചൂട്. ടൊമാറ്റോ സൂപ്പാണ്. നല്ല ടേസ്റ്റാണ്. അധികം സ്വീറ്റില്ല, കുറച്ച് പെപ്പറൊക്കെ ഇട്ട കാരണം കുറച്ച് എരിവുണ്ട്, പക്ഷേ അടിപൊളിയാണ്. ചിക്കൻ സൂപ്പ് എങ്ങനെയുണ്ട്? സൂപ്പ് അടിപൊളിയാണ്. വെജ് സൂപ്പിനെക്കാട്ടും ടേസ്റ്റ് നല്ല സ്പൈസിയാണ്, നല്ല ഫ്ലേവറാണ്, വെരി ടേസ്റ്റി. അങ്ങനെ സൂപ്പ് കഴിച്ച് വെജ് നോൺ വെജും കഴിച്ചു. ഓക്കെ, ഞാൻ വെജ് കഴിച്ചു, ഇവിടെ നോൺ വെജ് കഴിച്ചു. സൂപ്പ് അടിപൊളിയായി. ഇനി നമുക്ക് മെയിൻ കോഴ്സിലേക്ക് കിടക്കാം അല്ലേ? ഇനി മെയിൻ കോഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കമ്മോൺ. ഇത് മൊഹബത്ത് ക ഷർബത്ത് ഇത് നമ്മൾ കഴിച്ചു. ഇത് ഹലീം. ഇതെടുത്ത് നോക്കിയേ. നോൺ വെജ് ഹലീമാണത്, നോൺ വെജ് അല്ലത്? ഓക്കെ, അത് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് നോക്കട്ടെ. ഇത് ചിക്കൻ ദം ബിരിയാണി. അതും കുറേശ്ശെ എടുത്തോ. ചിക്കൻ വേണോ? വേണ്ട. ഇത് എഗ് ഫ്രൈഡ് റൈസ് എടുത്തോ. കാണാൻ അടിപൊളിയുണ്ടല്ലേ? എഗ് ഫ്രൈഡ് റൈസ്. ഇത് മട്ടൺ ഗോഷ്. ജസ്റ്റ് ഗ്രേവി ഒന്ന് എടുത്തേക്ക്. മട്ടൺ കടായി ചിക്കൻ. ഗ്രേവി അടിപൊളിയാണല്ലോ. ഗ്രേവി നല്ല രസമുണ്ട് കാണാൻ അല്ലേ? പീസ് വേണ്ടേ? പീസ് വേണ്ട, ചെറിയൊരു പീസ് എടുക്കാം. ഓക്കെ, ഇത് ഫിഷ് കറി പെപ്പർ ചിക്കൻ. ആ, പെപ്പർ ചിക്കൻ ഒന്ന് എടുത്തേക്ക്. ഫിഷ് കറി വേണ്ടേ? ഫിഷ് കറി. ആ, എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ, ഓക്കെ. മക്കാരി എല്ലാം പോയിട്ട് ടേസ്റ്റ് നോക്കാം. എല്ലാം പെട്ടെന്ന്. മക്കാലി കോഫ്ത കറി. അപ്പുറത്തെ എന്താ പച്ച? എന്താണ് പച്ച? മിലോണി. പനീർ ബട്ടർ മസാല. ആലു ഗോബി മസാല. പനീറും ആലു ഗോബി. പനീർ ബട്ടർ മസാല. ഓക്കെ, ഇത് പ്ലെയിൻ റൈസും ദാൽ മഖനി. പ്ലെയിൻ റൈസ് ദാൽ മഖനി. ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം എല്ലാം ഒന്ന് മിക്സായി. കഴിച്ചോ പറ്റേ. ഏതാ കൂടുതൽ ടേസ്റ്റ്? എനിക്ക് കൂടുതൽ ടേസ്റ്റ് ദാൽ മഖനി. ദാൽ മഖനി റൈസ് കഴിച്ചിട്ടില്ല. ദാൽ മഖനിയും പനീർ മസാലയും മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എഗ് റൈസ് എങ്ങനെയുണ്ട്? എഗ് റൈസ്. പിന്നെ എന്താ എടുത്തിരുന്നത്? ചിക്കനോ? ദം ബിരിയാണി എങ്ങനെയുണ്ട്? അത് പെപ്പർ ചിക്കൻ. പെപ്പർ ചിക്കൻ
ഗുലാബ് ജാമുൻ കൊടുക്കാം നമുക്ക്. നല്ല മതിയാവോ? ഗുലാബ് ജാമുൻ. പായസം വേണോ? ഇതാണ് മൂങ് ദാൽ ഹൽവ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു പീസ് ബ്രൗണി. ഇത് ഡ്രൈ ഫ്രൂട്ട് കേക്ക്. നമ്മൾ പപ്പടം എടുക്കാൻ മറന്നുപോയില്ലേ? ഇതൊരു പേസ്ട്രി. ഇത് ചോക്ലേറ്റ് പേസ്ട്രി. കേസരി അല്ലേ? ഇതൊന്നും എടുക്കാം. ഇത് ഗുലാബ് ജാമുൻ കഴിച്ചു നോക്കാം. ഗുലാബ് ജാമുൻ അടിപൊളി. ഇത് ഹൽവ. ഇത് ദാൽ ഹൽവ. ഗുലാബ് ജാമുൻ കഴിച്ചിട്ട് ഹൽവയ്ക്ക് ടേസ്റ്റ് ഇല്ലാത്ത. ഇത് ചോക്ലേറ്റ്. ഒരു പേസ്ട്രിയാണ്. പേര് ഞാൻ മറന്നുപോയി. ഇത് പോരാ. കേക്ക് നമ്മള് കഴിക്കണതല്ലായിരുന്നു. ഇത് ചോക്ലേറ്റാ. ഇത് നോക്കട്ടെ. ഇത് കേസരി. കുഴപ്പമില്ല. ഐസ്ക്രീം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചോക്ലേറ്റ്. ഇത് കുൽഫി. വാ. കുൽഫി ടേസ്റ്റ് ഉണ്ട്. ഈ ഐസ്ക്രീം കഴിച്ചോക്കാം. ഐസ്ക്രീം വേണ്ടേ? ഐസ്ക്രീമിന്റെ ആളാണ്. ഇപ്പൊ ഐസ്ക്രീം വേണ്ടെന്ന്. അങ്ങനെ ബാർബിക്യൂ എക്സ്പീരിയൻസ് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിച്ച് വയറ് നിറഞ്ഞ് വയറ് പൊട്ടിപ്പോയി. നടക്കാൻ വയ്യ. ഓക്കെ, നല്ലോണം കഴിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എല്ലാ ഫുഡും സൂപ്പർ തന്നെയായിരുന്നു. വെജ് ആണെച്ചാലും നോൺ വെജ് ആണെച്ചാലും എല്ലാം നല്ല ഫുഡ് തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും പറയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ. പാറു ബൈ പറ. ബൈ എവരിവൺ. ബൈ.